നമസ്കാരം. 2019 ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPM-ന് LDF-ന് ഒരു സീറ്റാണ് ലഭിച്ചത്. നമ്മൾ പറഞ്ഞ ഇപ്രാവശ്യം കെടുത്തി എന്ന് പറഞ്ഞ ആലപ്പുഴയിലെ AM ആരിഫിൻ്റെ വിജയം. ആരിഫിൻ്റെ വിജയത്തെ തുടർന്ന് UDF 19 സീറ്റ് നേടി ഉണ്ടാക്കിയ മുന്നേറ്റം LDF-നെ ആകെ സ്തംഭിപ്പിച്ച് കളഞ്ഞു. ഒരുപക്ഷെ കേരളത്തിൽ ഇമാതിരി ഒരു തരംഗം ഉണ്ടാകുമെന്ന് അന്ന് കരുതിയിരുന്നു പോലുമില്ല. എന്നാൽ രാഹുൽ ഗാന്ധി, ശബരിമല തുടങ്ങിയ പ്രധാനപ്പെട്ട 2 തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തെ CPM നേരിട്ടത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വലിയ മാതൃകയായി നമുക്കെടുത്ത് പയറ്റാവുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് എന്ന് പിന്നീട് പലരും വിലയിരുത്തിയിട്ടുണ്ട്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പാർട്ടി കൂടിയാലോചിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും തെറ്റ് തിരുത്താനും തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ തീയതികൾ തീരുമാനിക്കുകയും അവർ പാർട്ടി ഒന്നാകെ, സംസ്ഥാനത്തൊന്നാകെ എല്ലാ വീടുകളിലേക്കും കയറിച്ചെന്ന് ജനസമ്പർക്ക രീതിയിൽ ഓരോ വീടുകളിലെയും കയറിച്ചെന്ന് വീട്ടുകാരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും വോട്ടറുടെ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വീടുകൾ കയറിയിറങ്ങുന്ന ദൃശ്യങ്ങൾ ഒരുപക്ഷെ യൂട്യൂബിലൊക്കെ ഇപ്പോഴും ലഭ്യമാണ്. കോടിയേരിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം, പാർട്ടിയുടെ സംഘം ഓരോ വീടും കയറിയിറങ്ങുന്നതും ആ വീട്ടുകാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ, പാർട്ടിക്കെതിരായ നിർദ്ദേശങ്ങളെ പോലും ആ നിലയിൽ ചെവിയോർത്ത് കേട്ടിരിക്കുന്നതുമായ ഒരു കാഴ്ച എൻ്റെ ഓർമ്മയിൽ ആ ചിത്രമുണ്ട്, ആ ദൃശ്യമുണ്ട്. അന്നത്തെ ആ സംഭവത്തിൻ്റെ തുടർച്ചയായി പാർട്ടി ഗൗരവമായ പരിശോധനകൾ നടത്തി. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ കൈപ്പറ്റി തുടർ പ്രവർത്തനങ്ങളിലേക്ക് അവർ കടന്നു ചെന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമല കാര്യത്തിൽ പോലും, ആ സുപ്രീം കോടതിയുടെ വിധിയുടെ കാര്യത്തിൽ പോലും അവർ പുനർവിചിന്തനത്തിന് വിധേയമാക്കി ആ കാര്യം എന്നുള്ളതാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് പല സംഭവങ്ങളും വരികയും സർക്കാരിൻ്റെ പ്രവർത്തനത്തെ പോലും സ്വാധീനിക്കുന്ന വിധത്തിലേക്ക്, ഒന്നാം പിണറായി സർക്കാരാണല്ലോ, അങ്ങനെയുള്ള വിധത്തിലേക്ക് ഈ നിർദ്ദേശങ്ങളെ പരിഗണിച്ച് നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തത്. എന്നിട്ട് പിന്നെ എന്തുണ്ടായി? പിന്നീട് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി 99 സീറ്റ് നേടിക്കൊണ്ട് CPIM LDF ഒരു തുടർ ഭരണം സ്വന്തമാക്കി. ഒരുപക്ഷെ 2019 ആ തെരഞ്ഞെടുപ്പിൽ സ്തംഭിച്ചു നിന്ന്, അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ ഞങ്ങൾ ഇനി ജയിക്കും എന്ന് പറഞ്ഞ് ധിക്കാരത്തോടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇത് സാധ്യമാകുമായിരുന്നില്ല. ജനാധിപത്യത്തിൻ്റെ സാധ്യതകളെ വളരെ മനോഹരമായി ഉപയോഗിച്ച ഒരു കാലമായിരുന്നു അത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ CPM-ന് പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ സാഹചര്യം പരിശോധിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും LDF-നെ സംബന്ധിച്ച് അവരുടെ ഭൂതകാലത്തെ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ മുന്നിലേക്ക് എത്തിക്കേണ്ടത് ഒരു അനിവാര്യമായ കാര്യമാണ്. 2019 ആലപ്പുഴ എന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് CPM-ന് ലഭിച്ചത് എങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ഇത്തവണ ആലത്തൂരിൽ K രാധാകൃഷ്ണൻ്റെ വിജയമാണ് അവർക്ക് അതേ സമാനമായ സാഹചര്യം സമ്മാനിക്കുന്നത്. അതേസമയം കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി എന്ന ഒരു സ്ഥാനാർത്ഥി NDAയുടെ ലേബലിൽ BJPയുടെ നേതാവ് തന്നെ ജയിച്ച് കയറുകയും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഉപരി CPIM കഠിനമായ പരിശോധനകൾക്ക് തന്നെ വിധേയമാകേണ്ട സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും 2ാം പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ നടത്തുന്ന ഇടപെടലുകളാണ് അതിൽ ഒന്നാമതായി വരിക. ഈ തെരഞ്ഞെടുപ്പ് കടുത്ത ഭരണവിരുദ്ധ വികാരത്തെ കൂടി സൂചിപ്പിക്കുന്ന റിസൾട്ടാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കണ്ണൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. K സുധാകരൻ അപ്രതീക്ഷിതമായ വലിയ വിജയം സ്വന്തമാക്കിയ കാഴ്ച നമ്മൾ കാണുകയാണ്. ലക്ഷം കടന്ന വിജയത്തിൽ പിണറായി വിജയൻ്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പോലും ലീഡ് സ്വന്തമാക്കി എന്നുള്ളതാണ് അതിലെ അസാധാരണമായ ഒരു കാര്യം. അത് ചിന്തിപ്പിക്കുന്നതാണ്, എന്താണ് സംഭവിച്ചത് എന്ന് ചിന്തിപ്പിക്കുന്നതാണ്. നമ്മൾ പല പ്രശ്നങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ 2ാം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം അസാധാരണമായ പ്രശ്നങ്ങളെ കണ്ടിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരുപക്ഷെ കേന്ദ്രത്തിൻ്റെ നടപടികൾ മൂലം കുഴങ്ങുന്ന സർക്കാർ എന്നുള്ള സാഹചര്യം ഒരു വസ്തുതയാണ്. അതിനെ ആ നിലയിൽ ജനങ്ങളിൽ എത്തിക്കുന്നതിന് അപ്പുറത്ത് അതിനെ പരിഹരിക്കാൻ, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള ചർച്ചകളിലേക്കും നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട്, കേരളത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുന്ന ഘട്ടത്തിലേക്കുമാണ് കടക്കേണ്ടത് എന്നുള്ളത് ഇനി ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതായി കരുതി മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കേന്ദ്രം ഇനിയും BJPയാണ് ഭരിക്കാൻ പോകുന്നത്. അതിൻ്റെ തുടർച്ചയായി നേരത്തെ ഉണ്ടായിരുന്ന രീതികളെ പിന്തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ അവർ തീരുമാനിക്കുകയും അത് ആ തരം നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയുമാണ് ചെയ്യാൻ പോകുന്നത്. അതിനപ്പുറത്ത് കഴിഞ്ഞ 1ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ചില പ്രതിസന്ധികൾ സമാനമായി ഉണ്ടായിരുന്നു. അന്ന് രൂപപ്പെട്ട പ്രതിസന്ധികളെ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിലുള്ള ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത ശൈലി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തുപോകും. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്നുള്ള സംശയം ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്.
അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അത് സാധാരണ മനുഷ്യരെ, പ്രത്യേകിച്ചും LDFൻ്റെ വോട്ടർമാരായ അടിത്തട്ട് വോട്ടർമാരെ തൃപ്തിപ്പെടുത്തുന്ന, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സാഹചര്യം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ പരിഹരിക്കുന്നതിന്, ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ രൂപപ്പെട്ടു. സപ്ലൈകോയിൽ സാധനമില്ല എന്നതും, ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സർക്കാർ ജീവനക്കാരുടെ സേവനങ്ങളിൽ പോലും, അവരുടെ പ്രവർത്തനങ്ങളിൽ പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു സാധാരണക്കാരനെയാണ് ആത്യന്തികമായി ബാധിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതെല്ലാം കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കം അവരുണ്ടാക്കുന്നതാണ്, ഉപരോധത്തിൻ്റെ തുടർച്ചയാണ് എന്നുള്ളതൊരു വാസ്തവമാണ്. എങ്കിൽ പോലും അത് പരിഹരിക്കാനുള്ള പ്രശ്നങ്ങൾ, കൂടിയാലോചനകൾ, അല്ലെങ്കിൽ ജനങ്ങളോടുമായി ചർച്ച ചെയ്തിട്ട് ഇപ്പോൾ കേരള യാത്രയൊക്കെ നടത്തിയെങ്കിൽ പോലും ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് ഫലപ്രദമായ നിലയിൽ അവരെ ബാധിക്കുന്ന നിലയിലേക്ക് എത്തിക്കുന്നതിൽ എന്തുമാത്രം വിജയിച്ചു എന്നുള്ളത് പരിശോധിക്കപ്പെടണം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അടിത്തട്ട് ജനതയെ ബുദ്ധിമുട്ടിലാക്കുന്ന സാഹചര്യം രൂപപ്പെടുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്തതായി നമ്മൾ സമീപിക്കുമ്പോൾ, പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള സാധ്യതകൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ മാധ്യമങ്ങളെ അവഗണിക്കുമ്പോൾ, മാധ്യമങ്ങളെ നമ്മൾ ബഹിഷ്കരിക്കുന്ന ഘട്ടത്തിൽ പോലും ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള മാർഗം നമ്മൾ നടത്തിയാലേ, അല്ലെങ്കിൽ അതെടുത്ത് പ്രയോഗിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ മുഖ്യധാരാ മാധ്യമങ്ങൾ നമ്മൾ ബഹിഷ്കരിക്കുന്നു, പക്ഷേ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടുള്ള മറ്റ് സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുന്നുമില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഏതൊരു ദന്തഗോപുരത്തിൽ കഴിഞ്ഞ് ജനങ്ങളുമായി സംവേദനം നടക്കാത്ത ഒരു സാഹചര്യമാണ് രൂപപ്പെടുക. ഈ കാര്യങ്ങൾ കൂടി ഗൗരവമായി തന്നെ പരിഹരിക്കേണ്ടതുണ്ട്. മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട് ജനങ്ങളെ സമീപിക്കുന്ന കാര്യത്തിൽ, വിഷയങ്ങളുടെ കാര്യത്തിൽ ഒക്കെ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഒപ്പം ഈ ഭരണ പ്രതിസന്ധിക്കൊപ്പം അത്തരം കാര്യങ്ങളെ കൂടി ഗൗരവത്തിൽ പരിഗണിക്കണം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ സമസ്തയുടെ കാര്യമാണ്. സമസ്തയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മലബാറിലെ ചില മണ്ഡലങ്ങളിൽ കടന്നുകൂടാം എന്നുള്ള പ്രതീക്ഷ CPM-നുണ്ടായിരുന്നോ എന്നുള്ള സംശയം കൂടി ഈ ഘട്ടത്തിലുണ്ട്. പക്ഷേ സമസ്തയൊന്നും എവിടെയും ഏശിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അമ്മാതിരി സാഹചര്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിനപ്പുറത്തേക്ക് അതിനെ അതിജീവിക്കാൻ കെൽപ്പുള്ള നിലയിലുള്ള സംഘടനകളല്ല സമസ്ത പോലെയുള്ള സംഘടനകളുടെ ഇടപെടലുകളും അങ്ങനെയല്ല എന്നുള്ള ഒരു വാസ്തവം കൂടി. ഈ ഘട്ടത്തിലാണ് ചില നിർദ്ദേശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയർന്നു വരുന്നത് നമ്മൾ കാണുന്നത്. സബിനെ ജേക്കബിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഘട്ടത്തിൽ പ്രസക്തമാണെന്ന് തോന്നുന്നു. അത് ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വർക്കിംഗ് ക്ലാസ് സമൂഹം മത്സ്യത്തൊഴിലാളികളാണ്. തീരമേഖലയാവട്ടെ ഏതാണ്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇടതുപക്ഷ വിരുദ്ധമാവുന്നു എന്ന തോന്നലുണ്ട്. പാർട്ടി അടിയന്തരമായി ഇക്കാര്യം വിലയിരുത്തുകയും അവിടെ ചുവടുറപ്പിക്കാൻ വേണ്ടത് ചെയ്യുകയും വേണം. കോർ വോട്ടുകൾ മാറ്റിവെച്ചാൽ വൈകാരികമായി ഒരു പക്ഷത്തിന് മാത്രം വോട്ട് ചെയ്യുന്ന ജനറൽ പബ്ലിക് കൂടുതൽ ഇന്ന് UDF അനുകൂലികളാണ്. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന പലരും ആദ്യം BDJS പ്രഭാവത്തിലും പിന്നീട് ശബരിമല കാലത്തും ഫ്ലോട്ടിംഗ് വോട്ടേഴ്സായി മാറിയിട്ടുണ്ട്. ഇവർക്ക് BJPക്ക് വോട്ട് ചെയ്യാൻ അറപ്പില്ലാതായി. ആ നിലയ്ക്ക് ഇടതുപക്ഷത്ത് ഇടയ്ക്കെങ്കിലും വീഴുന്ന വോട്ടുകളിൽ ചിലത് വർഗീയ സ്വാധീനത്തിന് വഴങ്ങുന്നതായി എന്നതും UDFനൊപ്പം ന്യൂനപക്ഷങ്ങളും മതേതര ഹിന്ദുക്കളും കൂടുതലായി അണിനിരക്കുന്നുണ്ട് എന്നതും കാണാതെ ഇരിക്കാനാവില്ല. ഏറ്റവും താഴേക്കിടയിലുള്ള LDFൻ്റെ പ്രവർത്തനം ഇന്ന് ഒരുതരം വഴിപാടായി. തുടർച്ചയായി ഭരണം കിട്ടിയതിൻ്റെ ആലസ്യം, രാഷ്ട്രീയം ഒരു തൊഴിലായി മാറിയത്, പ്രാദേശിക രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഉൾപ്പോരിൽ കൂടുതൽ ഊർജം വ്യയം ചെയ്യുന്നത്, എന്തിന് വിമർശനം നടത്തി പുലിവാല് പിടിക്കണം എന്ന ചിന്ത ഒക്കെ കൂടി കൾമിനേറ്റ് ചെയ്തപ്പോൾ മുമ്പ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ആ യന്ത്രത്തിൻ്റെ ചക്രങ്ങൾ നേരാം വണ്ണം തിരിയാതായി. ധനകാര്യം കൈകാര്യം ചെയ്യുന്നതിൽ തുടക്കത്തിലുണ്ടായ വീഴ്ചയുടെ ഫലങ്ങൾ അനുഭവിക്കുന്നതേയുള്ളൂ. കേന്ദ്രത്തിൽ NDA ഭരണം തുടരുകയാണെങ്കിൽ ഇത് കൂടി വരും. ഫെഡറലിസത്തിൽ ദേശീയധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സംസ്ഥാനം അനുഭവിക്കേണ്ടി വരുന്ന വല്ലാത്തൊരവസ്ഥയാണിത്. ഭരണത്തിൽ LDF ആയതിനാൽ റിസീവിംഗ് എൻഡിൽ ഇടതുപക്ഷം വരുന്നു എന്ന് മാത്രം. 5. മുസ്ലിം പ്രീണനം എന്ന കള്ള നറേറ്റീവ് ഇടതുപക്ഷത്തു നിന്ന് ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ വർഗീയ അടിസ്ഥാനത്തിൽ ചോർത്തുന്നതിനോ നിശബ്ദമാക്കപ്പെടുന്നതിനോ ഇടവച്ചു. ഇത് പാർട്ടിയുടെയോ മുസ്ലിങ്ങളുടെയോ കുറ്റമോ തെറ്റോ അല്ല, വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ വിജയമാണ്. 6. ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് ശക്തമെന്നതും അതോടൊപ്പം നിൽക്കേണ്ടതുണ്ട് എന്നതും ഇരു ന്യൂനപക്ഷ വിഭാഗങ്ങളും പൊതുവെ കരുതുന്നുണ്ട് എന്ന് തോന്നുന്നു. 7. പുതിയ തലമുറയെ പൊളിറ്റിസൈസ് ചെയ്യാൻ കഴിയാതെ വരുന്നു എന്നത്, അതായത് ആക്റ്റീവായി പൊളിറ്റിക്സ് ശ്രദ്ധിക്കുകയും ഇൻഡൽജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ന്യൂനപക്ഷം ഒഴിച്ച് ഒഴുക്കൻ മട്ടിലാണ് രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്നത് എന്നത് ഇടതുപക്ഷത്തിന് ലോങ് ടേമിൽ ഡാമേജിംഗ് ആണ്.
പ്രസക്തമായ ചില കാര്യങ്ങളാണ് സബിൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെ ആ നിലയിൽ പരിഗണിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായ മുന്നേറ്റത്തിന് അനിവാര്യമാണ്. അത് കാണാതെ പോവുകയും അത്തരത്തിലുള്ള സംഭവങ്ങളെ മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഇതാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് അപകടം സംഭവിക്കുക. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ സാഹചര്യം ഞാൻ ഓർമ്മിപ്പിച്ചതും അതുകൊണ്ടാണ്. ആ സാഹചര്യം ഇന്ന് വന്നിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPIM അതിശക്തമായി എതിർക്കുന്ന സംഘപരിവാർ സംഘടനകൾക്ക്, പ്രത്യേകിച്ചും BJPക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കാലുറപ്പിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പലയിടത്തും അവർ വോട്ട് കൂട്ടുന്നു, പല പുതിയ തരത്തിലുള്ള തന്ത്രങ്ങളും പയറ്റുന്നു, ജനകീയമായ സാധ്യതകളെ ഉപയോഗിക്കുന്നു, അത്തരം ആളുകളെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ഇറക്കി വിജയം കൊയ്യുന്നു മുതലായ ഒരുപാട് സാധ്യതകൾ അവർ തേടുന്നുണ്ട് എന്ന കാര്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സാധ്യതകളെ മാക്സിമം ഉപയോഗിക്കാനുള്ള, തെറ്റുതിരുത്താനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, ജനങ്ങളോട് സംവേദനം സാധ്യമാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഉദാഹരണത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസിൽ നിരന്തരമായി മാധ്യമങ്ങളിൽ വാർത്തകൾ വരികയാണ്, കള്ളവാർത്തകളും വരുന്നുണ്ട്, നമ്മൾ തന്നെ അത് സംബന്ധിച്ച വീഡിയോകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അവ്യക്തത ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അതിനു പകരം ആ കാര്യത്തിൽ വിശദമായ വിശദീകരണങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമായി തന്നെ കരുതേണ്ടതുണ്ട്. അല്ലാതെ അത് അവർ പറഞ്ഞോട്ടെ, ജനം വിശ്വസിക്കൂല എന്ന് പറയുന്നതിനപ്പുറത്ത് ജനങ്ങൾക്ക് എത്തിക്കേണ്ട വിശദാംശങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഇത്തരം പുകമറകൾ നിരന്തരം സൃഷ്ടിക്കപ്പെടുന്ന ഘട്ടത്തിൽ ആ പുകമറകൾക്ക് കീഴിൽ ജനം എത്തപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതാണ് നേരത്തെ പറഞ്ഞത്, സംവേദനം ജനങ്ങളുമായി നിരന്തരം നടത്തുക എന്നുള്ള പാർട്ടി മെഷീനറിയിലൂടെയുള്ള സംവേദനം മാത്രം ഇനിയുള്ള കാലത്ത് സാധ്യമാകില്ല. അതിനപ്പുറത്തേക്കുള്ള സാധ്യതകൾ തേടുക, ഇത്തരത്തിലുള്ള മുഖ്യധാര വഴികളെ തേടുക, ഒന്നും തള്ളിക്കളയാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ LDFനെ സംബന്ധിച്ച് സുപ്രധാനമാണ്. MV ഗോവിന്ദൻ മാഷ് ഇത് സംബന്ധിച്ച വാർത്താ ലേഖകരോട് പ്രതികരിച്ചിരുന്നു, പരിശോധിക്കും എന്ന് പറഞ്ഞിരുന്നു. ആ പരിശോധിക്കുമെന്ന വർത്തമാനം ആത്മാർത്ഥമായി തന്നെ പറയുന്നതാണ് എന്ന പ്രതീക്ഷ ഒരുപക്ഷെ 2019 തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം നടത്തിയ ആ വിശകലനം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. എന്തായാലും അവർ അത്തരത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തമായിരിക്കും ഇനിയുള്ള കാലത്ത് വരാൻ പോകുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നന്ദി, നമസ്കാരം.